ഈ സെക്ഷനിൽ നമുക്ക് എങ്ങനെയാണ് ഈ ചെക്ക് ബോക്സ് ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഞാൻ ചെയ്യുന്നത് ഇതുപോലെ ഒരു സർക്കിൾ വരയ്ക്കുക എന്നുള്ളതാണ്. ഞാൻ റഫിൽ ഒരു സർക്കിൾ വരയ്ക്കാം. സർക്കിൾ വരയ്ക്കാനായിട്ട് നമ്മുടെ ഇവിടെ ഷേപ്പ് ടൂൾസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എലിപ്സ് ഉണ്ട്. ആ എലിപ്സ് ടൂൾ എടുത്തിട്ട് നമ്മളൊരു സർക്കിൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. അപ്പോൾ നമുക്കിതിൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കാവുന്നതാണ്. ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ഒക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ റഫിലി ഒരു സൈസ് കൊടുത്തിരിക്കുകയാണ്. അത് 26/26 നിങ്ങൾക്ക് ഇതിൽ കാണാം. 26/26 ആണ്. ഇനി നമ്മൾ ഇത് സെയിം കളറാക്കാനായിട്ട് ഈ കളർ പിക്ക് ചെയ്യുന്നു. നമുക്ക് വേണമെങ്കിൽ കളർ സേവ് ചെയ്യാം. ഞാനതിനെ ചെക്ക് എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യുന്നു. ഇത് നെസസറി അല്ല. നമ്മളിപ്പോൾ ഒരു കളർ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കളർ സേവ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മളത് റീയൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഉപകാരമായിരിക്കും. പക്ഷെ ഈ ഒരു കേസിൽ ഞാനത് റീയൂസ് ചെയ്യുന്നൊന്നുമില്ല. ഇനി നെക്സ്റ്റ് എന്തായാലും ഞാനത് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് അത് കാണിക്കുന്നത് മാത്രം. നമ്മൾ സേവ് ചെയ്ത എല്ലാ കളറുകളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കറൻ്റ്ലി നമ്മൾ ഈ കളേഴ്സൊക്കെ സേവ് ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഈ ഒരു ചെക്ക് ബോക്സ് ആണ് വരയ്ക്കുന്നത്. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് പെൻ ടൂൾ വെച്ച് വരയ്ക്കാം. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമേജിൻ്റെ മുകളിൽ തന്നെ നമ്മൾ പെൻ ടൂൾ എടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ എങ്ങനെയാണ് പെൻ ടൂൾ ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം ഞാനത് ക്വിക്കലി ജസ്റ്റ് നമ്മുടെ UAE കംപ്ലീഷൻ്റെ ഭാഗമായിട്ട് എല്ലാം ഒന്ന് പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്താ വെച്ചാൽ ഇത് ഒരു സെപ്പറേറ്റ് വീഡിയോ ആവശ്യമാണ്. അത് നമ്മൾ പെൻ ടൂൾ ഉപയോഗിക്കുന്നതും അതിൻ്റെ പ്രോപ്പർട്ടീസും നമുക്ക് കുറേ പഠിക്കാനുണ്ട്. മാത്രമല്ല ഈ പല ഐക്കൺസും നമ്മൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് പോലുമില്ല. നമുക്ക് അത് ഈസിലി ഡൗൺലോഡ് ചെയ്തൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു കാര്യം നമ്മളിപ്പോൾ ഇവിടെ കണ്ടതെന്ന് വെച്ചാൽ ഇതേ ഐക്കണ് തന്നെ നമുക്ക് വീണ്ടും ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഒന്നല്ലെങ്കിൽ നമുക്കതൊരു കോപ്പി എടുത്ത് വെച്ച് ചെയ്യാം. നമ്മളൊരു കോപ്പി ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. മറ്റൊരു രീതിയിൽ ചെയ്യാൻ പറ്റും. അത് ഞാൻ വേറൊരു എന്താ പറയുക ബേസിക്സ് വളരെ ലോങ് ആയി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ വേറൊരു സെക്ഷനിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. നമുക്കിതിനെ കമ്പോണൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷെ നമ്മളൊരു ചെറിയൊരു സ്ക്രീനാണ് ചെയ്യുന്നത്. ആ സ്ക്രീനിൽ നമ്മൾ അധികം ഈ ഐക്കൺസ് ഒന്നും റീയൂസ് ചെയ്യുന്നില്ല. നമ്മൾ അങ്ങനെ റീയൂസ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ നമ്മൾ ആക്ച്വലി കമ്പോണൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത്. പ്രോഗ്രസ് ബാർ ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ ചെക്ക് ബോക്സ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ ഡിവൈഡറുകളാണ്. ഡിവൈഡറുകൾ നമുക്ക് ഈ പെൻ ടൂൾ വെച്ച് വരയ്ക്കാം. പെൻ ടൂളിൻ്റെ ഷോർട്ട് കട്ട് P എന്നാണ്. അപ്പോൾ നമ്മൾ പെൻ ടൂൾ വെച്ചിട്ട് നമുക്ക് സൂം ചെയ്ത് ഈ പ്രോഗ്രസ് ബാറിൻ്റെ മുകളിലൂടെ ഡിവൈഡർ വരയ്ക്കാം. ഈ പെൻ ടൂൾ ഉപയോഗിക്കുമ്പോൾ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മൾ പെൻ ടൂൾ ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് ഡയഗണലായിട്ട് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻസ് ക്രിയേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഷിഫ്റ്റ് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഇതായിരിക്കും. പക്ഷെ നമുക്ക് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കണോണ്ട് ഞാൻ ഷിഫ്റ്റ് പിടിച്ച് ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ലൈൻ വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി സ്ട്രോക്കിൻ്റെ സ്ട്രോക്കാണ് നമ്മൾ പെൻ ടൂളിന് ഉപയോഗിക്കുന്ന ഈ ഔട്ട്ലൈൻ കളർ എന്ന് പറയുന്നത്. അത് ഓൾറെഡി വൈറ്റ് ആണ്. അതാണ് FF എന്നുള്ള ഒരു വാല്യൂ. നമ്മളതിനെ വൈറ്റ് എന്ന് പറഞ്ഞൊരു കളർ നമ്മൾ ഓൾറെഡി ഉണ്ട്. നമ്മളപ്പോൾ അത് സെലക്ട് ചെയ്യാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ FF എന്ന് പറഞ്ഞ വാല്യൂവിന് പകരം, അതായത് ഹെക്സ് വാല്യൂ എന്നാണ് ഇതിനെ പറയുന്നത്, അതിന് പകരം നമ്മൾ സേവ് ചെയ്ത കളർ സെലക്ട് ചെയ്യണം. ഞാൻ പിന്നീട് സംസാരിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു കളർ പിക്ക് ചെയ്ത കളറാണ്. ഇനി ഞാനിത് ജസ്റ്റ് കോപ്പി എടുത്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഞാനിപ്പോൾ 3 വെച്ചു. പക്ഷേ ആക്ച്വലി നമുക്ക് 3 ആവശ്യമില്ല. നമുക്ക് 2 ആവശ്യമുള്ളൂ. അപ്പോൾ പ്രീവിയസ് ഇത് സെക്ഷനിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഇത് ഡിവൈഡ് ചെയ്ത് നമ്മളിതിൻ്റെ ടോട്ടൽ 4 ഡിവൈഡ് ചെയ്തിട്ട് അതിലൊരു സൈസാണ്. അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ സൈസ് എന്ന് പറയുന്നത് 79 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും ഒരു 79 കഴിഞ്ഞിട്ടാണ് അടുത്ത ലൈൻ വരുന്നത്. നമുക്ക് അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് അറിയാനായിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു എൻഡ് പോയിന്റ് എന്ന് പറയുന്ന ഈ ഭാഗം
ഇത് നമ്മൾ ഡിസ്റ്റൻസ് അറിയാനായിട്ട് നമുക്ക് ഓൾട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഹോവർ ചെയ്താൽ മതി. ഐ മീൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ട, ജസ്റ്റ് ഏതെങ്കിലും ഒബ്ജക്റ്റ് ഹോവർ ചെയ്യുമ്പോൾ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് അറിയാൻ പറ്റും. ഈ കേസിൽ അത് 58.4 ആണ്, പക്ഷെ നമുക്ക് വേണ്ടത് 79 ആണ്. അപ്പോൾ ഇതിന് വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡ്, ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഈ 79 കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ ഈസി ആയിട്ട് ഞാൻ യൂഷ്വലി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ രണ്ടും സെലക്ട് ചെയ്ത്, അതായത് നമ്മൾ ഈ വൈറ്റ് സ്ട്രോക്കിന് നമ്മുടെ പ്രോഗ്രസ് ബാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ട് ലെഫ്റ്റിലോട്ട് അലൈൻ ചെയ്യും. ഇപ്പോൾ ലെഫ്റ്റിലോട്ട് അലൈൻ ചെയ്യുമ്പോൾ നമ്മുടെ വൈറ്റ് പ്രോഗ്രസ് ബാർ ഈ എഡ്ജിലാണുള്ളത്. നമ്മൾ കമാൻഡ് വൈ എന്ന് പറഞ്ഞ ഷോർട്ട് കട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. അത് ഒരു വയർ ഫ്രെയിം വ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് കമാൻഡ് വൈ കൊടുത്താൽ നമുക്ക് വയർ ഫ്രെയിം വ്യൂ കാണാം. എന്നിട്ട് ഞാൻ ഈ എക്സ് വാല്യൂ വെച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി ഇതിൻ്റെ എക്സ് വാല്യൂ എന്ന് പറയുന്നത് 37 ആണ്. എക്സ് വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ആർട്ട് ബോർഡിൻ്റെ എഡ്ജിൽ നിന്ന് എത്ര നീങ്ങിയിട്ടാണ് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് 37 പിക്സൽസ് അല്ലെങ്കിൽ 37 പോയിന്റ് നീങ്ങിയിട്ടാണ് ഇതുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ടത് 79 + 79 ആണ് അല്ലേ. അപ്പോൾ 79 + 79 നമുക്ക് മൂവ് ചെയ്യാം. അതിന് നമുക്ക് ഇവിടെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം, നമ്മൾ വേറെ കാൽക്കുലേറ്റർ ഒന്നും എടുക്കണ്ട. +79 ഞാൻ ആദ്യം കൊടുക്കുമ്പോൾ ഇത് ആദ്യം ഇവിടെ വന്ന് നിൽക്കുന്നു. ഇനി എനിക്ക് വേണമെങ്കിൽ ഞാൻ വീണ്ടും +79 കൊടുത്ത് അത് കറക്റ്റ് അടുത്ത പൊസിഷനിൽ നിൽക്കുന്നു. ഇതേപോലെ നമുക്ക് അടുത്തൊരു ലൈൻ ഇട്ടിട്ട് 79 ഒന്നല്ലെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ ഞാൻ എന്താ പറയുക ഡയറക്റ്റ് കോപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ 76, 79 കിട്ടി. അപ്പോൾ നമ്മളിപ്പോൾ എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി നമ്മൾ തിരിച്ച് പഴയ വ്യൂ, അതായത് വീണ്ടും ഞാൻ കൺട്രോൾ വ്യൂ അല്ലെങ്കിൽ കൺട്രോൾ വൈ ഓർ കമാൻഡ് വൈ, ഞാൻ ഉപയോഗിക്കുന്നത് മാക്കിൻടോഷ് ആണ്, അതുകൊണ്ട് കമാൻഡ് കീ ആണ്. വിൻഡോസ് കമ്പ്യൂട്ടറിലെല്ലാം അത് കൺട്രോൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് കാണാം ഇതിൽ. പിന്നെ നമ്മൾ ഈ ഇമേജ് നോക്കി കഴിഞ്ഞാൽ സ്ട്രോക്ക് വിഡ്ത്ത് ഞാൻ ഇട്ടിരിക്കുന്നതിനും കുറച്ചും കൂടി കൂടുതലാണ്. അപ്പോൾ നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ അതിന് വേണ്ടി 2 സ്ട്രോക്കുകളും സെലക്ട് ചെയ്യണം. ഷിഫ്റ്റ് പിടിച്ച് നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ രണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതിന് ഒരു 2 പോയിന്റ് കൊടുക്കണം. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് അതുപോലെ തന്നെയുള്ള ഒരു പ്രോഗ്രസ് ബാർ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.